നമ്മുടെ വരാൻ പോകുന്ന വർക്കുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ നായികമാരെ അന്വേഷിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ പുതിയ വർക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സംഭവമൊന്നുമല്ല. ഒരു ആൽബം ഉണ്ട്, പിന്നെ ഒരു ഷോർട്ട് ഫിലിം ഉണ്ട്, പിന്നെ കുറച്ച് റീൽസ് ചെയ്യാനായിട്ട് കുറച്ച് ആൾക്കാർ ആവശ്യമുണ്ട്. നായകന്മാർക്കും അവരുടെ സഹനടന്മാർക്കും നമുക്ക് പിന്നീട് ഒരു വീഡിയോ നമുക്ക് ഇടാം അതിന് വേണ്ടിയിട്ടുള്ളത്. ഇപ്പം നിലവിൽ സഹനടിമാരും നായികമാരെയാണ് ആവശ്യമുള്ളത്. ഒരുപാട് തിരക്കും അതേപോലെ ബിസി ഷെഡ്യൂളൊക്കെ ഉള്ള ആൾക്കാർ ദയവ് ചെയ്ത് നമ്മളെ കോണ്ടാക്ട് ചെയ്യരുത്. ഒരുപാട് നാളായിട്ട് കഴിവുണ്ടായിട്ടും ചാൻസ് നോക്കി നടന്നിട്ട് കിട്ടാത്ത ഒരുപാട് ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ അവർക്ക് അഭിനയിക്കണം എന്ന ആഗ്രഹമുള്ള ബിഗിനേഴ്സ് ഉണ്ടാവും. അപ്പോൾ അവരൊക്കെയാണ് കൂടുതലായിട്ട് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. പിന്നെ രണ്ടാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൃശ്ശൂരും പരിസരത്തുമുള്ള ആൾക്കാരായിരിക്കണം എന്നുള്ളൊരു കാര്യമാണ്. കാരണം അവർക്ക് ഇപ്പോൾ വന്നു പോകാനായിട്ട് എളുപ്പമായിരിക്കും. അതേപോലെ തന്നെ എപ്പോഴും നമുക്ക് താമസ സൗകര്യമൊക്കെ പ്രൊവൈഡ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ രണ്ട് കാര്യമാണ് പ്രധാനമായിട്ടുള്ളത്. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഒക്കെ മെസ്സേജ് അയക്കരുത്. ദയവ് ചെയ്ത് അയക്കുകയാണെങ്കിൽ വാട്സപ്പിൽ മാത്രം മെസ്സേജ് അയയ്ക്കുക, ഫോൺ വിളിക്കാൻ നിൽക്കരുത്. മസ്റ്റായിട്ടും ഏകദേശം പ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ആൽബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 25 തൊട്ടിട്ട് ഒരു 32 വരെ വയസ്സുള്ള ഏജസ് ഉള്ള ആൾക്കാരെയാണ് ആദ്യത്തെ ആൽബത്തിലേക്ക് ആവശ്യമുള്ളത്. രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 25 തൊട്ട് ഈ പറഞ്ഞ പോലെ 30 വയസ്സിൻ്റെ റേഞ്ചുള്ള ആൾക്കാരെയാണ് നമുക്ക് ആവശ്യമുള്ളത്. മൂന്നാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞോണം ഒരു 35 വയസ്സ് വരെ ആവാം നമുക്ക്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ റിക്വയർമെൻറ്റ്സ്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. ദയവ് ചെയ്ത് നമ്മളെ കോൾ ചെയ്യാനായിട്ട് നിൽക്കരുത്, വാട്സപ്പ് ഓൺലി. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ സമയം അനുസരിച്ച് നമ്മൾ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയുണ്ട്. നമ്മൾ സെലക്ട് ചെയ്ത ആൾക്കാരെ മാത്രമേ റിട്ടേൺ വിളിക്കുകയുള്ളൂ. അല്ലാതെ എല്ലാവർക്കും സോറി കേട്ടോ നമുക്കത് സെലക്ട് ചെയ്യാൻ പറ്റിയില്ല, അപ്പോൾ അടുത്ത പ്രാവശ്യം നോക്കാമെന്ന് പറഞ്ഞിട്ട് നമുക്ക് എല്ലാവരും വിളിച്ച് പറയാമെന്ന് പറഞ്ഞാൽ പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ലല്ലോ. നിങ്ങൾക്കറിയാലോ, എല്ലാവരും വിളിക്കേണ്ടി വരും. അപ്പോൾ ഒരുപാട് സമയം അതിന് സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ സെലക്ട് ചെയ്ത ആൾക്കാരെ മാത്രമേ നമ്മൾ റിട്ടേൺ വിളിച്ച് പറയുള്ളൂ നിങ്ങൾ സെലക്ട് ആയിട്ടുണ്ടെന്ന്. അവരോട് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയും കേട്ടോ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റ, ബൈ ബൈ.